2006 നടന്ന ഒരു സംഭവമാണ്. ഡെയ്സി എന്ന് പറയുന്ന ചേച്ചി ജോലി കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് അവിടെ നിറയെ നാടോടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു 12-13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകൊച്ചിന്റെ കയ്യില് ഒരു കുട്ടി ഇരിക്കുകയാണ്. 6 മാസമായി ആ പ്രായമുള്ള കുട്ടിക്ക്. ആ കൊച്ചു വന്ന് വെൽ ഡ്രസ്ഡ് ആണ്. കാണാനും അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ളത് പോലെ തോന്നിയിരുന്നില്ല. അവിടെ നിന്ന് പലരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും പോയി ചോദിക്കാനോ ഇന്റർഫിയർ ചെയ്യാനോ ഒരു പേടിയുണ്ടായിരുന്നു. പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി അങ്ങോട്ട് വരികയും വന്നിട്ട് പാണ്ട കെട്ടും ഈ കൊച്ചിനെയും ഈ ഡെയ്സിയുടെ അടുത്ത് വെച്ചിട്ട് പോയി ചായ കുടിക്കാനായിട്ട് പോവാണ്. ഒരു കടയില് പോയി നിന്ന് ആ കുട്ടി അവിടെ നിന്ന് ചായ കുടിക്കാണ്. അപ്പൊ ആ പെൺകുട്ടിയെ കാണുന്നില്ല. 13 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടിയെ കാണുന്നില്ല. ആ ചേച്ചി എല്ലായിടവും നോക്കി ഈ കുഞ്ഞ് ഇവരുടെ അരികിലിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള ആളുകളൊക്കെ കൂടുകയും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിച്ചാലോ എന്ന് പറഞ്ഞ് അവിടെ 2-3 പേരും ഈ ഡെയ്സിയും കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വീഡിയോ പാർട്ട് 2 ആണ്. പോലീസ് സ്റ്റേഷനിൽ ഡെയ്സിയുടെ ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുകയും പോലീസ് അനലൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ മിസ്സിംഗ് കേസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് അവരെ നിയർ ബൈ എല്ലാ പോലീസ് സ്റ്റേഷനിലും അറിയിക്കുകയും അങ്ങനെ മൊത്തം എല്ലാം എടുത്ത് വന്നപ്പോൾ 6 മാസം പ്രായമുള്ള 4 കുട്ടികൾ മിസ്സിങ്ങിന്റെ കേസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 4 ഫാമിലിയോടും ഈ സ്റ്റേഷനിൽ വരാൻ പറയുകയും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ അതിലെ ഒരു ഫാമിലിയുടെ കുട്ടിയായിരുന്നു ഇത്. അപ്പൊ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 2 ദിവസം മുമ്പായിരുന്നു കുട്ടി മിസ്സായത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മെഡിക്കൽ സ്റ്റോറിൽ സാധനം വാങ്ങിയിട്ടിരുന്നപ്പോൾ 8 വയസ്സ് പ്രായമുള്ളവർക്ക് ഒരു മൂത്ത കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കയ്യിലിരിക്കുകയായിരുന്നു ഈ കുട്ടി. അങ്ങനെ ഈ വന്ന നാടോടി ആ കുട്ടിയുടെ 8 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മുട്ടായി കൊടുത്തിട്ട് ഈ 6 മാസത്തെ കുഞ്ഞിനെ എടുത്തിട്ട് പോവായിരുന്നു. ഇങ്ങനെയായിരുന്നു സംഭവിച്ചത്. അങ്ങനെ അവര് ഡെയ്സിയോടും അവിടുത്തെ ആൾക്കാരോടും നന്ദി പറയുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു സദ്യ കാരണമൊക്കെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ? അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പത്മജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ മോളുടെ പേര് സീത എന്നാണ്. സീത വന്ന് ദിലീഷ് എന്നൊരു പയ്യനുമായിട്ട് അഫെയറിലായിരുന്നു. അങ്ങനെ അവർക്ക് വീട്ടുകാർക്ക് കഷ്ടപ്പെട്ട് ആ ബന്ധത്തിന് അംഗീകരിക്കേണ്ടി വന്നു. അതിലൊരു മെയിൻ റീസൺ ഉണ്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആവാനായിട്ട്. ദിലേഷിൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഡിമാൻഡ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ദിലേഷിൻ്റെ പാരൻസിന് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പെണ്ണ് 10 പവൻ സ്വർണമെങ്കിലും എൻഗേജ്മെൻറ്റിന് ഇടണം. എൻഗേജ്മെൻറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ നടത്തണം. മാത്രമല്ല പായസം വന്ന് 3 കൂട്ടം വേണം, സദ്യ വേണം. അതുപോലെ തന്നെ പയ്യൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. സോ അവർക്ക് തനിയായിട്ട് നോൺ വെജ് ഉണ്ടാക്കണം എന്നിങ്ങനെ കുറേ ഡിമാൻഡ്സ് ഒക്കെ അവർ വയ്ക്കുകയാണ്. ആ ഡിമാൻഡ്സ് ഒക്കെ എന്തായെന്ന് നമുക്ക് പാർട്ട് 2 അറിയാം. സോ വെയിറ്റ് ആൻഡ് സീ. ബൈ. അപ്പോൾ ഇത് പാർട്ട് 2. എൻഗേജ്മെൻറ്റ് ദിവസം വരികയായിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ 10 പവൻ്റെ സ്വർണ്ണം ഇടുകയും ലക്ഷറി ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സദ്യക്ക് എല്ലാം ഒരുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അവരുടെ ആചാരപ്രകാരം നോൺ വെജ് വയ്ക്കാൻ പാടില്ല. എന്നാലും പയ്യൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് നോൺ വെജ് മാത്രം അവർ കരുതിയിരുന്നു. പക്ഷെ ഇതൊന്നും അറിയാത്ത നാട്ടുകാരൻ ആ നോൺ വെജിലും പോയി കൈകടക്കിയിരുന്നു. അങ്ങനെ സദ്യക്ക് ആള് കുറവായിരുന്നു. പയ്യൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്ന സമയത്ത് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരുന്നു. അതിൻ്റെ പേരിൽ അവർ തമ്മിലൊരു ചെറിയ കശപിശം ഉണ്ടായി. പിന്നെ അതൊരു വലിയ വഴക്കിലായി, ഉന്തിലും തള്ളലുമായി. പരസ്പരം എന്തൊക്കെ പറഞ്ഞെന്ന് അവർക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥയായി. അങ്ങനെ പെണ്ണും ചെറുക്കനും സഹിതം അടിയായി. അങ്ങനെ ഒരു സദ്യ കാരണം ആ ദിവ്യ പ്രമേയം അവിടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. ഇന്ന് അവർ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.